യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വിഷുക്കണി ഒരുക്കുമ്പോ വെറുതെ ഒരു കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ കണിക്കുള്ള സാധനങ്ങളും കോടിയും സ്വർണവും മാത്രം നിരത്തിയാ പോരാ. അതിനൊക്കെ ഒരു ചിട്ടയും ക്രമവും ഉണ്ട്. അത് അവൾക്ക് ഭംഗിയായിട്ട് അറിയാം, അല്ലേ മാധുരി? അതെ, സത്യം പറഞ്ഞ പൂജ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് തന്നെ. കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ ചക്കയും വെള്ളരിയും കദളിപ്പഴവും മാങ്ങയും നെല്ലും ഉണക്കലരിയും ഒരു ഓട്ടുരുളിയിൽ വെക്കണം. തൊട്ടടുത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ച് ഗ്രന്ഥവും സ്വർണവും നാണയങ്ങളും വേണം. പിന്നിത്തിരി കൊന്നപ്പോവും, അത്രയല്ലേ വേണ്ടൂ. പേരിനൊക്കെ ഒരു കണി ഒരുക്കുകയാണെങ്കിൽ അത് മതി. വാൽക്കണ്ണാടിയും കോടിമുണ്ടും വെറ്റിലയും അടക്കയും ഫലവർഗങ്ങളും വിത്തുകളും അങ്ങനെ എന്തു വേണമെങ്കിലും കണി ഒരുക്കാൻ ചെയ്യാം. പക്ഷേ പൂജമോള് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കണിയിൽ ഏറ്റവും പ്രധാനം അതാണ്. എന്താണെന്നറിയോ? മാധുരിക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടമ്മേ. നാളികേരത്തിലും നിലവിളക്കിലും തെളിയുന്ന ദീപം കൊണ്ട് കണി വെക്കുന്ന സാധനങ്ങളുടെ നിഴൽ കൃഷ്ണ വിഗ്രഹത്തിൽ വീഴാൻ പാടില്ല. അതാണ് പ്രധാനം, അല്ലേ? ഓ, അങ്ങനെയുണ്ടോ? അത് ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞു തരാൻ പൂജമോള് വേണ്ടി വന്നു. അത് അവള് വളർന്നു വന്ന സാഹചര്യത്തിന്റെ ഗുണം. അത് ശരിയായിരിക്കും. പക്ഷെ ഇത്രയൊക്കെ അറിവും വളർത്തുഗുണവും ഒക്കെ ഉണ്ടായിട്ടും ഈയിടെയായിട്ട് ചില സമയത്ത് വായിൽ നിന്ന് വരുന്നത് ശരിയല്ലെന്ന് മാത്രം. അത് കനകേച്ചിയുടെ ഉള്ളിൽ നിന്ന് അതിപ്പോഴും പോയില്ലേ? അവളത് ബോധപൂർവം ചെയ്തതല്ലോ കനകെ. ഞാൻ മനസ്സിൽ കൊണ്ടുവന്നിട്ടില്ലമ്മേ. അത് വെറുതെയാ. മനസ്സിൽ കറ പോലെ കൂടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ അത് പറയില്ലല്ലോ. അപകടത്തിന്റെ ആഘാതത്തിൽ അവളുടെ മനസ്സിൽ ഒരു ഉലച്ചിൽ വന്നു. അതിന്റെ ഭാഗമായിട്ട് കണക്കാക്കിയാ മതി ഇതൊക്കെ. മുഴുവൻ നിയന്ത്രണവും വിട്ടു പോയില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എന്താവും കഥ? മതിയമ്മേ, അങ്ങനൊന്നും ചിന്തിക്കാൻ തന്നെ വയ്യ. ഞാൻ എന്തായാലും പൂജമോളോട് നാളത്തെ വിഷു ഗംഭീരമാക്കാൻ പറയാം. കനക സദ്യവട്ടങ്ങളൊക്കെ നോക്കിക്കോ. കനകേച്ചി, പൂജയോട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ മനസ്സിൽ നിന്ന് അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണേ. അയ്യോ, പൂജമോളെ, ഇത്തവണ വിഷുവും വിഷുക്കണിയും നമുക്ക് കലക്കണം. കഴിഞ്ഞ തവണ മോള് ചെയ്തതിലും ഗംഭീരമാക്കണം ഇത്തവണ. എന്താ? കഴിഞ്ഞ തവണ കണിയൊരുക്കൽ മാത്രല്ലായിരുന്നല്ലോ, കൊന്ന പൂവിനെ പറ്റി ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? മറന്നുപോയല്ലോ. എന്തു മറന്നുന്നാ? കഴിഞ്ഞ കൊല്ലത്തെ പൂജയുടെ കണിപ്രസംഗം. കണിപ്രസംഗോ? നല്ല വാക്കാണല്ലോ അത്. കൊന്നെ പറ്റി എന്തോ ഐതിഹ്യം വിളമ്പിയല്ലോ. രാവണൻ ആരോ കൊല്ലാൻ ഉപയോഗിച്ച മരമാണ് കൊന്ന മരമെന്നോ? അയ്യോ എന്റെ മധു, രാവണൻ കൊന്ന മരം ഒന്നും അല്ല. പിന്നെ അല്ല, എന്തായിരുന്നു കഥ? കുടുങ്ങിയല്ലോ ദൈവമേ, എന്തു പറയും? പറഞ്ഞു കൊടുക്കുമോളെ. അതെ, അതെനിക്ക് ഓർമ്മയില്ല. അതൊരു വല്ലാത്ത മറവിയാണല്ലോ. സ്നേഹസദനത്തിൽ വെച്ച് നന്നേ ചെറുപ്പത്തിലെ കേട്ട് പഠിച്ചതല്ലേ, അത് അത്ര പെട്ടെന്ന് മറന്നുപോയോ? കളിയാക്കിയത് മതി മധു. അവക്ക് ഓർമ്മയില്ല. നിനക്ക് ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ബാലിസുഗ്രീവ യുദ്ധത്തിൽ ബാലിയെ കൊല്ലാൻ ശ്രീരാമൻ മറഞ്ഞിരുന്ന മരമാണ് കൊന്നയെന്നാണ് ഐതിഹ്യം. അതിന് നീ രാവണൻ കൊന്നെന്നാക്കി കളഞ്ഞല്ലോ. അതിനേക്കാളും മനോഹരമായതേ പൂജമോള് ഗുരുവായൂരപ്പന്റെയും ഉണ്ണിയുടെയും കഥ പറഞ്ഞതാ. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്നാ പറ കേക്കട്ടെ. അത് ഒരിക്കലും ഒരു ബ്രോ ഗുരുവായൂരപ്പന് ഒരു മാല കൊടുത്ത കഥയല്ലേ? അതല്ലേ? എന്ത് ബ്രോയോ? അല്ല, മീൻസ് ഡിവോട്ടി, ഭക്തൻ. മോൾക്ക് ഓർമ്മയുണ്ടോ മോളെ ആ കഥ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എനിക്കെന്തോ പേടിയാവുന്നു. ശരിക്കും എനിക്കെന്തോ കുഴപ്പമുള്ളത് പോലെ. എന്തോ കുഴപ്പമുണ്ടല്ലോ, അത് ഉറപ്പല്ലേ? എടോ, തന്റെ ശബ്ദത്തിനും ഓർമ്മയ്ക്കും മാത്രമേ കുറച്ച് ചെറിയ പ്രോബ്ലം ഉള്ളൂ. വേറെ ഒരു തകരാറുമില്ല. പോരെ?
പണ്ട് ഗുരുവായൂർ അമ്പലത്തില് കണ്ണന്റെ കൂട്ടുകാരനായിട്ടൊരു പയ്യനുണ്ടായിരുന്നു. ആ എന്നും ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ കണ്ണൻ അവനോടൊപ്പം കളിക്കാൻ പോവും. ഉം. ഒരിക്കൽ അങ്ങനെ പോയപ്പോ കണ്ണൻ അന്ന് ഒരു ഭക്തൻ വഴിപാടായിട്ട് ചാർത്തിയ മാല ആ കുട്ടിയുടെ കഴുത്തിൽ കണ്ടു. വൈകിട്ട് നട തുറന്ന പൂജാരി മാല കണ്ണന്റെ വിഗ്രഹത്തിൽ കണ്ടില്ല. നോക്കിയപ്പോ നാലമ്പലത്തിൽ കളിക്കുന്ന ഒരു കുട്ടിയുടെ കഴുത്തിൽ ആ മാല. അത് മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് അവനെ എല്ലാവരും ചീത്ത പറയാനും അടിക്കാനും തുടങ്ങി. കരച്ചിലോടെ ശ്രീകോവിലേക്ക് നോക്കി ആ കുട്ടി പറഞ്ഞു, എന്റെ കണ്ണ, നീ എന്റെ കൂട്ടുകാരനല്ലേ? നീ ഇത് എനിക്ക് തന്നതാണെന്ന് ഇവരോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ മാല വേണ്ടാന്ന്. അവനത് അവിടെ നിൽക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ഉടനെ സ്വർണ്ണ നിറമുള്ള കണിക്കൊന്ന പൂവായി മാറി. അപ്പോ ഭഗവാന്റെ അശരീരി അവിടെ കേട്ടു. ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച എന്നെ കണി കാണുന്നവർക്ക് എന്നും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുന്നു. ഇതായിരുന്നു മോളെ ആ കഥ. By the way, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗുരുവായൂർ അമ്പലത്തിന്റെ എവിടെയായിരുന്നു ആ കൊന്നമരം? അല്ല, എവിടെ നിന്നാണ് എറിഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയാ. പോടാ അവിടുന്ന്, ദൈവനിഷേധി. ഇപ്പൊ നോക്കി കഥ ഓർമ്മ വന്നോ? ഈ തള്ളെ കൊണ്ട് തോറ്റല്ല ഗുരുവായൂരപ്പ. എന്താ പൂജ, ഓർമ്മ വരുന്നില്ലേ? ഇപ്പൊ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഹാ, അത്രേ ഉള്ളൂ. പൂജ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണമെങ്കിൽ പൂജയ്ക്ക് ആരെങ്കിലും വീണ്ടും പറഞ്ഞു കൊടുക്കണം, അല്ലേ പൂജ? എടി മതി, നീ ഇങ്ങനെ പരിഹസിക്കാതെ. ശ്രീരാമനെ രാവണനാക്കിയവളല്ലേ നീ? ആ അപരാധത്തോളം വലുതല്ല അറിയുന്ന കാര്യം മറന്നു പോകുന്നത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതമ്മേ, ഈ ഓർമ്മ എന്ന് പറയുന്നത് ശരിക്കും ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാ. ഒന്ന് തുടങ്ങി കിട്ടാനേ പാടുള്ളൂ. തുടങ്ങി കിട്ടിയ ഒറ്റ ഒഴുക്ക അങ്ങോട്ട്. അല്ലെങ്കിൽ അമ്മ നോക്കിക്കും, പൂജയ്ക്ക് ഇപ്പൊ വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും, അല്ലേ പൂജ? ഇവളെ എന്നെയും കൊണ്ടേ പോവെന്ന് തോന്നുന്നല്ലോ. ഇല്ലേ, ഓർമ്മ വന്നില്ലേ? ഓ, എനിക്ക് ഓർമ്മ വന്നു. എന്താ ആന്റി? കണ്ട, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നാളത്തെ വിഷുക്കണി പൂജ തന്നെ ഒരുക്കിയാൽ മതി. കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരാക്കണം കേട്ടോ. ഓ നാശം, പെട്ടു. ഇനി പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. എല്ലാം ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് സംശയമാവും. കണിയൊക്കെ എത്ര കാലമായിട്ട് വെക്കുന്നതാ എനിക്കറിയാം. കണ്ടില്ലേ അമ്മേ, പൂജയ്ക്ക് ഓർമ്മ വന്നില്ലേ? എന്നാ മോളൊരു കാര്യം ചെയ്യും, കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അത് ചെയ്യാൻ നോക്ക്. നാളെ വിഷു നമുക്ക് ഗംഭീരമാക്കണം. അതായാലും നല്ലൊരു ഐഡിയ. മേശയില് എന്റെ പേഴ്സ് ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തുണ്ടോ? ഞാൻ കൂടി വരണോ പൂജ? അയ്യോ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. കണ്ടോ, എന്റെ പൂജ കുട്ടി മിടുക്കിയായി. എന്നാ ഞാൻ പോയി ആ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ആ ആ പോക്ക് കണ്ടിട്ട് അത്ര സന്തോഷത്തിലല്ലോ. ഈ കണി എനിക്കൊരു കെണിയാവുമല്ലോ. ചെറുപ്പത്തിലെ ഈ വക കാര്യങ്ങളൊന്നും ആ തള്ള എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. ഇനി പറ്റില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നമാവുകയും ചെയ്യും. നോക്കാം. കനകേച്ചിയോട് നൈസായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയല്ലോ. അതേ ഉള്ളൂ ഇനി വഴി. കനകേച്ചി, കനകേച്ചി, അതെ, വീട്ടുവേലയ്ക്ക് നിൽക്കുന്നവരെ പേര് വിളിച്ചാലും മതി മോളെ. കനക. ഓ അത് മതി.